ഷാഫി പറമ്പിലിനെ ഈ പറയുന്ന റൂറൽ എസ് പി വിളിച്ച് അബദ്ധം പറ്റി, കൈപ്പിശ അല്ലെങ്കിൽ എന്താണ് ഒരു പിശക് പറ്റി എന്നുള്ള നിലയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ റൂറൽ എസ് പി ഇത് പുറത്തു വന്നതിന് ശേഷം CPM അത് വലിയ തരത്തിൽ നാണക്കേടായി എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തിരുത്തി പറഞ്ഞു. അതായത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല എന്നാണ് ആര് പറയുന്നത്, റൂറൽ എസ് പി പറയുന്നത്. അതിനുശേഷം ഷാഫി പറമ്പിൽ ഇവിടത്തെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർക്ക് അദ്ദേഹം നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലാക്കുന്ന കാര്യം അനുസരിച്ച് ഒരു MP ആക്രമിച്ചാൽ ആ കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ അണ്ടറിൽ കൂടെയുള്ള കാര്യമാണ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിധിയിൽ കൂടെ വരുന്ന വിഷയമാണത്. അത് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ മാത്രമല്ല, അത് കേന്ദ്രത്തിന് നേരിട്ട് അന്വേഷിക്കാനും അതിൽ നടപടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ആര്, ഈ പറയുന്ന പോലെ DGP ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ഇവര് കേരള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാത്രം കീഴിലുള്ളതല്ല, കേന്ദ്രം കൂടിയാണ് ഈ DGP തിരഞ്ഞെടുക്കുന്നത്. ആരാവണം DGP എന്ന് പറയേണ്ടത് ആരാണ്? കേന്ദ്രമാണ്. കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഇന്ന ആള് DGP ആണെന്ന് പറയേണ്ടതും അനുമതി കൊടുക്കേണ്ടതും കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിന് ഏത് നിമിഷവും IAS IPS ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിക്കാനുള്ള നിയമം കേന്ദ്രം പാസ്സാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ DGP തിരിച്ചു വിളിക്കാം.